വഅമ്മാ ബിനിഅ്മതി റബ്ബിക ഫഹദ്ദിസ്. അതുകൊണ്ട് നീ നിന്റെ റബ്ബിന്റെ അനുഗ്രഹം, ബിനിഅ്മതി റബ്ബിക, നിന്റെ റബ്ബിന്റെ അനുഗ്രഹത്തെ സംബന്ധിച്ച് ഫഹദ്ദിസ്, നീ എന്ത് ചെയ്യണം? സംസാരിക്കണം. എങ്ങനെയുണ്ട് കച്ചവടം? എന്ത് കച്ചവടം! അപ്പോ മോശമായിരിക്കും. കുറച്ച് കഴിഞ്ഞിട്ട് നല്ല കച്ചവടമൊക്കെ കിട്ടി, നല്ല വരുമാനമൊക്കെ ഉണ്ടായി. എല്ലാ സമയത്തും മോശമാവില്ലല്ലോ. അപ്പൊ നല്ല വരുമാനമൊക്കെ ഉണ്ടായി. അപ്പോൾ ചോദിച്ചു എന്താണ്? കുഴപ്പമില്ല. അപ്പോഴും എവിടെ എത്തിയിട്ടുള്ളൂ? കുഴപ്പമില്ല. ഇങ്ങനെ അല്ലാഹു തആല നൽകിയിട്ടുള്ള നിഅമത്തിനെ മറച്ചു വെച്ചുകൊണ്ട് സംസാരിക്കരുത്. അൽഹംദുലില്ലാ, ഖൈറാണ്, അൽഹംദുലില്ലാ, ഇത്തവണ നല്ല ലാഭമുണ്ട്. നിനക്ക് ലാഭം ഉണ്ടെങ്കിൽ നീ എല്ലാം കൊടുക്കണം, ഒന്നും വേണ്ട. എന്തിനാണ് നമ്മൾ അള്ളാഹു നൽകിയിട്ടുള്ള നിഅമത്തിനെ മറച്ചു വെക്കുന്നത്? അള്ളാഹു സുബ്ഹാനഹു തആല നൽകിയിട്ടുള്ള നിഅമത്താണ് നമ്മുടെ ജീവിതം മുഴുവനും. നമ്മുടെ നിഅമത്ത് പക്ഷെ നമുക്ക് മനസ്സിലാവണമെങ്കിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്. ഉൻദുറു ഇലാ മൻ ഹുവ അസ്ഫല മിൻകും, നിങ്ങൾ നിങ്ങളുടെ താഴെയുള്ളവരിലേക്ക് നോക്കണമെന്ന്. നിങ്ങൾ നിങ്ങളുടെ മേലെയുള്ളവരിലേക്ക് നോക്കിയാൽ എന്ത് ചെയ്യാൻ പറ്റില്ല? നിഅമത്ത് എന്താണെന്ന് മനസ്സിലാവുക. നമ്മളെല്ലാവരുടെയും ജീവിതത്തിൽ 2 ജനലുകളുണ്ട്, അല്ലെ? ആ 2 ജനലുകളിൽ നമുക്കിഷ്ടം ഒരു ജനൽ തുറക്കാനാണ്. ആ ജനലിലൂടെ എന്താണ് നമ്മൾ കാണുക? നമ്മളെക്കാൾ സൗകര്യമുള്ളവരെ മാത്രമാണ് കാണുക. നമ്മുടെ വീടിനേക്കാൾ വലിയ വീട്, നമ്മുടെ വാഹനത്തെക്കാൾ വലിയ വാഹനം, നമ്മുടെ വീട്ടിലെ പൂന്തോട്ടത്തെക്കാൾ വലിയ പൂന്തോട്ടം, നമ്മൾ ധരിച്ചതിനേക്കാൾ മുന്തിയ വില കൂടിയ വസ്ത്രം ധരിച്ച ആൾക്കാർ, അങ്ങനെ 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 കുറെ നിഅമത്ത് കൂടുതലുള്ളവരെ മാത്രം കാണുന്ന ഒരു ജനലുണ്ട്. വേറെ ഒരു ജനലുണ്ട്, അത് നമ്മളെക്കാൾ താഴ്ന്നവരെ മാത്രം കാണുന്ന ഒരു ജനലാണ്. നമുക്ക് ഇഷ്ടമല്ല തുറക്കാൻ. അങ്ങനെ നമ്മൾ വലിയവന്മാരെ മാത്രം കാണും. അത് ആര് തന്നെ ആയിരുന്നാലും നമ്മുടെ കൂട്ടത്തിലുള്ള കുറെ സമ്പത്തുള്ള ആൾക്കാർ അവരെക്കാളുള്ളവരെയാണ് ആ ജനലിലൂടെ കാണുള്ളൂ. അങ്ങനെ തൊട്ടു മേലെയുള്ളവരെ മാത്രം കാണുന്ന ജനൽ തുറക്കുകയും എന്നിട്ട് എനിക്കൊന്നുമില്ലല്ലോ എന്നിങ്ങനെ ബേജാറാവുകയും ചെയ്യുന്ന ഒരു രീതിയുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഉൻദുറു ഇലാ മൻ ഹുവ അസ്ഫല മിൻകും, നിങ്ങൾ നിങ്ങളുടെ താഴെയുള്ളവരിലേക്ക് നോക്കുക, നിങ്ങൾ നിങ്ങളുടെ മേലെയുള്ളവരിലേക്ക് നോക്കരുത്. എന്നാൽ അള്ളാഹു നൽകിയിട്ടുള്ള നിഅമത്ത് എന്താണ് എന്ന് നിങ്ങൾക്ക് മനസ്സിലാവും. പക്ഷെ നമ്മളെ താഴെയുള്ളവരെ മാത്രം നോക്കാറുണ്ട്. അത് ഏത് രംഗത്താണെന്ന് ചോദിച്ചാൽ ഇബാദത്തിന്റെ രംഗത്താണ്. നമ്മളെക്കാൾ താഴെയുള്ളവരിലേക്കാണ് നമ്മൾ നോക്കുക. എന്നിട്ട് നമ്മൾ സമാധാനിക്കും, ഞാൻ കള്ളുപിടിക്കുന്നില്ലല്ലോ, അല്ലെ? അപ്പുറത്തൊരു വീട്ടിൽ ഉമ്മാനെ തല്ലുന്ന ഒരാളുണ്ട്, കുടിച്ചു വന്നിട്ട്. അവനെ നോക്കിയിട്ട് നമ്മൾ സമാധാനിക്കും, ഞാൻ കുടിക്കണമില്ല, ഉമ്മാനെ തല്ലണമില്ല, ഞാൻ തന്നെയല്ലേ മെച്ചം, അല്ലെ? അവിടെ നമ്മൾ നോക്കേണ്ടത് നമ്മളെക്കാൾ മുന്തിയ ആൾക്കാരിലേക്കാണ്, സ്വഹാബിമാരിലേക്ക്, അല്ലെ? അമ്പിയാക്കളിലേക്ക്, മുർസലീങ്ങളിലേക്ക്, മഹാന്മാരായ ആളുകളിലേക്ക്. അവരൊക്കെ ചെയ്തിട്ടുള്ള വലിയ, ഇപ്പോ നിങ്ങൾ ആലോചിച്ച് നോക്കിയിട്ടുണ്ടോ, എത്ര എത്ര കിതാബുകൾ എഴുതിയിട്ടുള്ള മഹാരഥന്മാർ. അത് വായിച്ചു തീർക്കാൻ നമ്മളെ ആയുസ്സിലൊന്നും കഴിയില്ല. എത്ര എത്ര ഗ്രന്ഥങ്ങളാണ്, കനപ്പെട്ട ഗ്രന്ഥങ്ങൾ എഴുതി തീർത്തിട്ടുള്ള മഹാന്മാരാണ്. ഇമാം ഗസാലി റഹ്മത്തുള്ളാഹി അതിലൊരാളാണ്. ഗ്രീക്ക് തത്വശാസ്ത്രകാരന്മാര് പരിശുദ്ധ ഇസ്ലാമിനെ വല്ലാത്ത നിലയിൽ കയ്യേറുകയും അവര് ഇതിനെതിരെ പണിയെടുക്കുകയും ചെയ്തപ്പോ അതിനെ വളരെ ശക്തമായി പ്രതിരോധിച്ചിരുന്ന ഒരു വലിയ പണ്ഡിതനാണ്. ഒരു ഉദാഹരണം പറയണേ, എത്രയാണ് അദ്ദേഹം എഴുതി തീർത്തത്. അദ്ദേഹത്തിന്റെ ഇഹ്യാ ഉലൂമുദ്ദീൻ പോലും ചിലപ്പോൾ നമ്മളൊരാൾ മുഴുവൻ വായിച്ചിട്ടുണ്ടാവില്ല, അല്ലെ? എത്ര ഗ്രന്ഥങ്ങളാണ്. അവരുടെയൊക്കെ ആയുസ് എത്രയാണോ അതിനേക്കാൾ കൂടുതൽ അവർ എഴുതിയിട്ടുണ്ട്. അപ്പൊ വെറുതെ എങ്ങനെ എഴുതല്ല, ധാരാളമായി പഠിക്കുന്നു, ധാരാളമായിട്ട് ചിന്തിക്കുന്നു, ഒരുപാട് മനനം ചെയ്യുന്നു, അങ്ങനെയൊക്കെയാണ് എഴുതുന്നത്. അങ്ങനെയൊക്കെയുള്ള ആളുകളിലേക്ക് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും നമ്മൾ ചെയ്യുന്നത് എന്താണ് എന്ന്. ഖുർആൻ ഞങ്ങൾക്ക് ചോദിക്കുമ്പോൾ ആരും മറുപടി പറയണ്ട, നമ്മളോട് ചോദിക്കേണ്ടതാണ്. പരിശുദ്ധ ഖുർആൻ ഓതി തീർത്തവർ നമ്മൾക്കിടയിൽ ധാരാളം ഉണ്ടാവും. ഖുർആൻ ആദ്യാവസാനം നമ്മുടേതായ ഭാഷയിൽ ഒരു തവണയെങ്കിലും വായിച്ചു തീർത്തവർ എത്രയുണ്ട് എന്ന് ചോദിച്ചാൽ എത്ര ആളുകൾക്ക് സത്യസന്ധമായി കൈ ഉയർത്താൻ കഴിയും എന്നതാണ്. അപ്പൊ നമ്മൾ നന്മകൾ ചെയ്യുന്നതിൽ, ഇബാദത്തുകൾ ചെയ്യുന്നതിൽ, സൽക്കർമ്മങ്ങൾ ചെയ്യുന്നതിൽ, സമ്പത്ത് ചെലവഴിക്കുന്നതിൽ നമ്മൾ നമ്മുടെ മേലെയുള്ളവരിലേക്ക് നോക്കണം.
ദുനിയാവിന്റെ വിഷയത്തിൽ നമ്മൾ നോക്കേണ്ടത് ഈ ജനൽ തുറന്നിട്ടാണ്. നമ്മുടെ താഴെയുള്ളവരിലേക്ക് നോക്കണം. നമ്മുടെ താഴെയുള്ളവരിലേക്ക് നോക്കുമ്പോഴാണ് നമുക്ക് അള്ളാഹു ചെയ്തു തന്ന നിഅമത്ത് എന്താണ് എന്ന് നമുക്ക് മനസ്സിലാവുള്ളൂ. അങ്ങനെ അള്ളാഹു നിനക്ക് ചെയ്തു തന്ന നിഅമത്തിനെ കുറിച്ച് നീ അതിനെ കുറിച്ച് സംസാരിക്കണം എന്നാണ്. ഹദീസ് എന്ന് പറഞ്ഞാൽ സംസാരം എന്നാണ് അർത്ഥം. ഹദീസ് എന്ന് പറഞ്ഞാൽ സംസാരം. അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സംസാരത്തെയാണ് സാങ്കേതികമായി ഹദീസ് എന്ന് പറഞ്ഞാൽ നബി പറഞ്ഞത് എന്നതാണ്. പക്ഷെ അതിന്റെ വാക്കർത്ഥം എന്താണ്? സംസാരം എന്നാണ്. അപ്പൊ ആ നിഅമത്തിനെ കുറിച്ച് നമ്മൾ പറയണം. നമുക്ക് അള്ളാഹു നൽകിയത് എന്താണ് എന്ന് ബോധ്യപ്പെടണമെങ്കിൽ നമ്മൾ നമ്മുടെ താഴെയുള്ളവരിലേക്ക് നോക്കണം.